ശുഭാനന്ദ തിരുനാമം ആത്മാക്കളിൽ നിത്യമുദിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. സർവദോഷങ്ങളെയും തിരുനാമം തീർത്തു രക്ഷിച്ചിടട്ടെ. ഏവർക്കും നിത്യശാന്തി ശുഭാനന്ദ നാമത്തിൽ ഭവിച്ചിടട്ടെ. കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ സ്വർഗീയമുത്തേ കൈതൊഴുന്നേൻ 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 സ്വർഗീയമുത്തേ കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ കൈതൊഴുന്നേൻ. ലോകത്ത് മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യരെ രക്ഷിക്കേണ്ടതുണ്ട്. കൽപ്പാന്തകാലം വരെ മനുഷ്യനുമുണ്ടായിരിക്കണം. ആ കാലം വരെ ദൈവശക്തിയും ലോകത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. സൂക്ഷ്മമായ വസ്തുവിന് പ്രവർത്തിക്കാൻ സ്ഥൂലമായ വസ്തു ആവശ്യമാണ്. സൂക്ഷ്മമായത് ഉത്കൃഷ്ടജ്ഞാനവും സ്ഥൂലമായത് ശരീരവുമാണ്. ഈ സൂക്ഷ്മവസ്തു സ്ഥൂല ശരീരം സ്വീകരിച്ച് ലോകത്തിൽ ഉദിക്കുന്നതാണ് അവതാരം. അവതാരകർമ്മം തുടർന്നുകൊണ്ടേയിരിക്കും. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മാറിപ്പോയാലും മാറ്റമില്ലാതെ എന്നും നിലനിൽക്കുന്ന വിശാലജ്ഞാനത്തിന്റെ വിശിഷ്ട രൂപമാണ് ശുഭാനന്ദ രൂപം. അത് കണ്ട് തിരിച്ചറിയാനും അതിന് കീഴ്പ്പെട്ട് കർമ്മം ചെയ്യാനും കഴിയുന്ന ശിഷ്യനാണ് ഭാഗ്യവാൻ. മോക്ഷം അല്ലെങ്കിൽ ദുഃഖത്തിനുള്ളതായ ഒരു പരിഹാരത്തിനാണ് വന്നെത്തുന്നത്. അപ്പോൾ ദുഃഖപരിഹാരം ഉണ്ടാകണമെങ്കിൽ സത്യം കേൾക്കണമെന്ന് ഇവിടുന്ന് പറയുന്നു. സത്യം ആദിയിൽ ഉള്ളതാണെന്നും ഉണ്ടാകാത്ത ബ്രഹ്മമാണെന്നും അത് പ്രകാശമാണെന്നും. അപ്പം ബ്രഹ്മപ്രകാശത്താൽ ഉണ്ടായ മുട്ട ബ്രഹ്മാണ്ടം, ആ ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണെന്നും അത് അകാരമാണെന്നും, അകാരം എന്ന് പറയുന്നത് വിത്ത് ഉരുവായി തീർന്ന വൃക്ഷമാകുന്നു ആത്മാവെന്നും, ആ ആത്മാവിൻ്റെ ജ്ഞാനം ആത്മാവിൽ ഉദിപ്പിച്ച് കഴിയുമ്പോൾ അനുഭവസ്ഥത ഉണ്ടാകുന്നു. അപ്പോൾ അനുഭവജ്ഞാനം കൊണ്ട് ഗുരു ഉള്ളിലാണെന്നും ഗുരുവും ദൈവവും രണ്ടിൽ ഒന്നാണെന്നും ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണെന്നും പര നിറഞ്ഞ ജ്ഞാനം പ്രകാശം ബ്രഹ്മമാണെന്നും, അപ്പോൾ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം അത് ഗുരുവാണെന്നും ഗുരു തിരിച്ചറിവാണെന്നും പ്രകാശത്താൽ തിരിച്ചറിവുണ്ടാകണം. പ്രകാശമില്ലെങ്കിൽ തിരിച്ചറിവില്ല. മാവും പ്ലാവും തെങ്ങും കവുങ്ങും തിരിച്ചറിയത്തില്ല. അച്ഛനെ അറിയത്തില്ല, അമ്മയെ അറിയത്തില്ല, പുത്രനെ അറിയത്തില്ല, പുത്രിയെ അറിയത്തില്ല. ആ തിരിച്ചറിവാണ് ഗുരു. ആ ഗുരു തിരിച്ചറിവായി ആത്മാക്കളിലേക്ക് അനുഭവമായി അവരുടെ ഉള്ളിൽ ഉദിപ്പിച്ച് കഴിയുമ്പോൾ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, കുജേലക്ക് വേറെ ഭാവമില്ല. സമ്പൂർണ്ണ ജ്ഞാനിയായിരുന്നു ഭഗവാൻ ഗുരുദേവ്. പരലോക രഹസ്യങ്ങളും ഇകലോക സൃഷ്ടിവിശേഷവും ആർക്കും ഗ്രഹിക്കത്തക്ക വിധത്തിൽ പച്ചമലയാളത്തിൽ അതിലളിതവും കോമളവുമായ പദാവലികളെ കൊണ്ട് കീർത്തനങ്ങൾ കൊരുത്ത് ലോകത്തിന് ദാനം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ജ്ഞാനം പരാത്പരനായ പരമപുരുഷനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ അറിവും വിജ്ഞാനവും അതിൻ്റെ അനുഭവവശവുമാണ്. ചിന്തിച്ചറിയുവാനുള്ള അറിവും ചിന്തിപ്പാനുള്ള കഴിവും എല്ലാം നിങ്ങൾക്ക് ജഗദീശ്വരൻ ദാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളാരും അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. അതാണ് അതിൻ്റെ കാരണം. ആ സർവശക്തി എത്രമാത്രം ത്യാഗം സഹിച്ച് ഒട്ടിന് കിടന്ന്
നമുക്ക് വേണ്ടി ഈ സത്യം ഭൂമിയിൽ ഒന്ന് സ്ഥാപിച്ചു. പടിഞ്ഞാറ് അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും എല്ലാം മാറ്റി ആത്മാക്കളെ ആത്മബോധമുള്ളവരാക്കി തീർക്കുവാൻ അവതാരം ചെയ്ത പരമാത്മാവാണ് ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ. സൂര്യന്റെ പ്രകാശം പ്രകൃതിയെ പ്രകാശിപ്പിക്കുവാൻ, ആത്മാവിന്റെ ബോധം ആത്മാവിനെ പ്രകാശിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് നന്മയിൽ കൂടി നല്ല സത്കർമ്മം ചെയ്ത് സ്വർഗത്തിലെത്തുവാൻ വേണ്ടി. അങ്ങനെ നമ്മൾ അനാചാരങ്ങളെ ഇല്ലാതാക്കി ആചാരാനുഷ്ഠാനങ്ങളിൽ കൂടി ജീവിച്ച് നമ്മൾ ചെത്തണം. നമ്മൾ മനുഷ്യനാണെന്നുള്ള തത്വം ലോകത്തിന് ബോധ്യപ്പെടുത്തുവാൻ ബോധസ്വരൂപൻ അവതരിച്ചു വന്ന് ഈ ആദർശം സ്ഥാപിച്ച് ആത്മബോധം നമ്മളിലേക്ക് പ്രകാശിപ്പിക്കുക. ഈ ആത്മബോധം നമ്മളിൽ ഓരോരുത്തരും ആയി കഴിയുമ്പോൾ ആ ആത്മബോധം മറ്റുള്ളവരിലേക്കും പ്രകാശിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുവാനാണ് നമ്മളെ ഒരുക്കി വളർത്തിക്കൊണ്ട് വാഴുന്നത്. നമുക്ക് നമ്മളെ തമ്പുരാൻ ഒരുക്കി തരുന്നു. ഇത് നമുക്ക് സന്തോഷമായി അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയശുദ്ധിയോടുകൂടി ഈശ്വര ആരാധന ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണമേ എന്ന് ഞാൻ താല്പര്യത്തോടുകൂടി അപേക്ഷിക്കുന്നു. ജ്ഞാനവിജ്ഞാനങ്ങൾ ഒന്നുപോലെ പെരുകി നിന്ന മഹാസാഗരമായിരുന്നു ഭഗവാന്റെ തിരുഹൃദയം. അതിൽ നിന്നും സൃഷ്ടിലോകത്തെപ്പറ്റി ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് അളവും അതിർത്തിയുമില്ല. സൃഷ്ടിതാവാകുന്ന ജഗതീശ്വരൻ കലിയുഗത്തിൽ നിയമപ്രകാരം ഓരോ യുഗങ്ങളിലും ഓരോ നിയമം അനുസരിച്ചാണ് ലോകത്തെ വീണ്ടെടുത്തതും രക്ഷിച്ചതും വളർത്തിയതും. ക്രേരൈ തപസ് കൊണ്ടും ത്രേതൈ യാഗം കൊണ്ടും ദ്വാപരൈ പൂജ കൊണ്ടും കലിയുഗത്തിൽ നാമസങ്കീർത്തനം കൊണ്ടും മോക്ഷം കൊടുക്കുവാനാണ് നിയമം എഴുതി പാസാക്കിയത്. ആ 3 യുഗങ്ങളിലെയും കർമ്മം കഴിഞ്ഞ് കലിയുഗമാകുന്ന അന്ത്യത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു സൃഷ്ടി നടത്തിയ ആൾ തന്നെ തിരുവവതാരം ചെയ്ത് ഈ പഞ്ചഭൂതമാകുന്ന മനുഷ്യരീരം സ്വീകരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ വാണിരുന്നു എന്നടിയങ്ങൾ അറിയുന്നത്. കണ്ണുനീരോടുകൂടി ഭഗവാനെ വിളിച്ച് ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചാൽ അന്നദാന പ്രഭുവാകുന്ന ഈശ്വരൻ നമുക്ക് വേണ്ടതെല്ലാം ദാനം ചെയ്യും. അത് നമുക്ക് സന്തോഷമായി അനുഭവിച്ചുകൊണ്ട് കുടുംബങ്ങളിലും ആശ്രമങ്ങളിലും ജീവിക്കുവാൻ തക്കവണ്ണം ജഗദീശ്വരൻ അനുവദിച്ച് അനുഗ്രഹിക്കട്ടെ. ഉടയവനും സൃഷ്ടിതാവുമായ ദൈവമേ, ഉടയവനും സൃഷ്ടിതാവുമായ ദൈവമേ, ഇങ്ങനെ ഭക്തലോകത്തെ രക്ഷിച്ചുകൊണ്ട് വാഴുന്ന സർവശക്തിയെ അടിയങ്ങൾ നന്ദിയോടെ സ്തുതിച്ചു. ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമായ ആത്മാക്കൾ എത്തട്ടെ. അവർക്ക് അത് കഴിക്കാൻ എല്ലാം അങ്ങയെക്കൊണ്ട് നടത്തുമെന്നടിയങ്ങൾ അറിയുന്നു. എല്ലാം അങ്ങയാൽ കഴിയുമെന്നടിയങ്ങൾ അറിയുന്നു. എല്ലാം മകനീയ പാതയെ സമർപ്പിക്കുന്നു. ശാസ്ത്രം കണ്ടെത്തിയതിനും അപ്പുറത്തേക്കായിരുന്നു ഭഗവാന്റെ ദൃഷ്ടി. ഓരോ ജീവിയിലും ആത്മാംശം എത്രമാത്രമുണ്ടെന്ന് ഭഗവാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ആഹാര സമ്പാദനം, വംശം നിലനിർത്തൽ, ജീവനെ രക്ഷിക്കൽ തുടങ്ങിയവയ്ക്ക് വേണ്ട അറിവുകൾ അതാത് ജീവികളിലുണ്ട്. ചിന്തയും അന്വേഷണ ബുദ്ധിയും മനുഷ്യ മസ്തിഷ്കത്തിന്റെ പ്രത്യേകതയാണ്. ചിന്തിക്കാനും അന്വേഷിക്കാനും കണ്ടെത്താനും മനുഷ്യന് മാത്രമേ കഴിയൂ. ഒരു കാര്യം കണ്ടെത്തിയാൽ അതിനപ്പുറത്തേക്ക് കടക്കാൻ മനുഷ്യബുദ്ധിക്കുള്ള അഭിവാജ്ഞയാണ് അന്വേഷണത്തിന് അടിസ്ഥാനം. ഭൗതികമായി ഇന്ന് മനുഷ്യരാശിക്കുണ്ടായിട്ടുള്ള പുരോഗതികൾക്കെല്ലാം അടിസ്ഥാനമായിട്ടുള്ളത് ഈ അന്വേഷണ ബുദ്ധിയാണ്. അന്വേഷിപ്പിൻ കണ്ടെത്തപ്പെടും എന്ന ബൈബിൾ ഉപദേശിക്കുന്നു. ഭൗതികമായ വസ്തുക്കളെ അന്വേഷിക്കാനല്ല, ആത്മാവിനെ അന്വേഷിക്കാനാണ് ഈ ചെറുവാചകം ഉദ്ബോധിപ്പിക്കുന്നത്. ഇക്കാണുന്ന പ്രപഞ്ചത്തിനും പ്രാപഞ്ചിക സുഖങ്ങൾക്കും അപ്പുറമായി എന്തൊക്കെയോ നിലനിൽക്കുന്നുണ്ട് എന്ന് മനുഷ്യ മനസ്സിനറിയാം. പക്ഷേ അതെന്താണെന്നോ എവിടെയാണെന്നോ അറിയാൻ മാത്രം കഴിവില്ല. ഇവിടെയാണ് ഗുരുവിന്റെ പ്രസക്തി. ഭഗവാനെ കാണണമെന്നൊരു ആഗ്രഹം മനസ്സിൽ നേരത്തെ ഉണ്ടായി. മനസ്സിൽ അങ്ങനെ ആ ഒരു ഭാരം അതുപോലെ ഞാനിങ്ങനെ കൊണ്ടു നടന്നൊരു സമയമായിരുന്നു. ഞാൻ വെള്ളിയാഴ്ച നോയമ്പും ശനിയാഴ്ച നോയമ്പൊക്കെ എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. അന്നേരം ഭഗവാനെ അന്നേരം എനിക്ക് തോന്നിയ ഭഗവാനെ ആ ദിവ്യമായ ആ രൂപം കാണാനുള്ളൊരു ശക്തിയിൽ എനിക്കെന്നാലും ഒരു മനുഷ്യനായി കാണുമെന്ന് ഞാൻ വളരെയേറെ നാൾ ആഗ്രഹിച്ചിരുന്നു. അന്നേരം ഒരു ഭക്തൻ എൻ്റെ ഭർത്താവിനെ വിളിക്കുകയും നമുക്കിങ്ങനെ ഒരു സന്നിധി പോകണമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ സന്നിധിയിൽ അടിയും വരാനുള്ളൊരു അനുഭവം, ഭഗവാനെ നേരിൽ കാണാൻ സാധിച്ചതും. ഇവിടെ വന്നിട്ട് ഭഗവാനെ കണ്ടോ? ഭഗവാനെ
ഭഗവാനെ കണ്ടു, നേരിൽ കണ്ടു. ഭഗവാൻ ചിരിച്ചുകൊണ്ട് മുഖത്തോട്ട് നോക്കിയാൽ എൻ്റെ ഭർത്താവിനെ ചേർത്ത് പിടിച്ചു. ഇനി നിങ്ങൾക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു നല്ല അനുഭവമായിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഭർത്താവിൻ്റെ ഒക്കെ വരവും മരണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആ അനുഭവത്തിൽ ഇന്ന് ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു വലിയ നേട്ടമായിട്ട് തന്നെ കാണുന്നുണ്ട്. കുട്ടികൾ രണ്ടുപേരും മിടുക്കരായി പഠിക്കുന്നുണ്ട്. അതും വലിയൊരു അനുഭവമാണ്. അത് ഭഗവാന്റെ പൂർണ്ണമായ ഒരു കാരുണ്യം ഞങ്ങളിൽ ഉണ്ടായതിൻ്റെ. ഇവളവൻ്റെ വീട്ടിൽ ഒരു സഹോദരൻ ഒരു കാലത്ത് മാനസികമായി വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന സമയത്ത് വയലൻ്റ് ആവുന്നൊരു സമയമുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ മെൻ്റലി റിട്ടാർഡായിരുന്നു. ഇതിൽ കൂടി ഓരോ സമയത്ത് പെട്ടെന്ന് വയലൻ്റ് ആകുന്ന സ്വഭാവം. അങ്ങനെയുള്ള ദിവസങ്ങൾ, അനേക ദിവസങ്ങൾ, മാസങ്ങളോളം നീണ്ടു നിന്നിരുന്നു. ഒരു ദിവസമാണ് അടിയൻ്റെ ഓഫീസിലൊരു ഭക്തൻ തന്നെ, ഇവിടുത്തെ ഒരു ഭക്തനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു ആശ്രമത്തിൽ വന്നാൽ അതിന് സമാധാനം ലഭിക്കുന്നു. അങ്ങനെ വന്നു ചേർന്നു. വെറും ഗുരുവിനെ കണ്ടതുകൊണ്ട് മാത്രമാണോ ഈ ശാന്തി ലഭിച്ചത്? തീർച്ചയായിട്ടും ഗുരുവിനെ കണ്ടതുകൊണ്ട് മാത്രമാണ് ഈ ശാന്തി ലഭിച്ചത്. ഇവിടെ പ്രത്യേകിച്ച് ക്രിയയോ മറ്റ് കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ശാന്തി ലഭിക്കാൻ വേണ്ടിയിട്ട്? ഇവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. ഇവിടുത്തെ സത്യനിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ പറഞ്ഞത് പ്രകാരം അത് ജീവിച്ചു പോകുന്നു. അതിനുശേഷമാണ് അതിന് ശാന്തി ലഭിച്ചത്. ജീവിതത്തിൽ ഇതുവരെ അന്ന് മുതൽ ഇന്ന് വരെയും സന്തുഷ്ടനാണ്? ഇന്ന് വരെ ഇടയ്ക്കിടയ്ക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ തന്നെയും ആനന്ദമാണ് ഇതിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്.